അതെ ആൾക്കാർ വരെ ഭയങ്കര വിഷമിച്ചാട്ടോ കയറി വരുന്നത്. ഇവിടുന്ന് കുഴി നോക്കിക്കേ, ഇത് വണ്ടി ഇരിക്കുന്ന നോക്കിക്കേ. ആഹാ, ഒരു ഫോട്ടോ എടുത്തേക്കാം. തിരിച്ചിറങ്ങുന്ന കാഴ്ചകളാണ് ഗായ്സ് കാണാൻ പോകുന്നത്. തിരിച്ചിറങ്ങുന്ന കാഴ്ചകൾ. എന്നെയും കൂടെ കൊണ്ടുപോവാ ചേട്ടാ. എൻ്റെ ചേട്ടനാട്ടോ, സ്വന്തമല്ല കസിൻ ചേട്ടനാണ്. എന്നെ കൊണ്ടുപോകാതെ പോന്നു നോക്കിക്കേ. എടാ വീണോടാ. എൻ്റെ പൊന്നേ അവൻ വീണു. ഇവരറിഞ്ഞോളൂ. വേറെ നിനക്കെന്തേലും പറ്റിയോ? അങ്ങ് പോയോ? ഞാനിങ്ങനെ നോക്കി നിന്നേണ്ട കാര്യമായി. നിങ്ങൾ വന്നുകൊണ്ടിരുന്ന നോക്കിക്കൊണ്ടിരുന്നത് അടിപൊളി. ഞാൻ ഒത്തിരി ഓഫ് റോഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും ടാസ്ക് ഒന്നും ആരും തന്നെ എടുക്കുന്നില്ല. പിന്നെ അല്ല, നമുക്കൊരു സബ്സ്ക്രൈബറിനെ ഒപ്പിക്കും കേട്ടോ. അപ്പം നമ്മളതേ ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെയാട്ടോ. സംഭവം എന്താ, നല്ല കാറ്റാട്ടോ. നല്ല കാറ്റെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കാറ്റാണ്. പക്ഷേ ഇവിടുന്ന് ഞാൻ ഇപ്പം ഒരു കുഴി കാണിച്ചു തരാം കേട്ടോ. കുഴി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല അപാര കുഴിയാണ്. ഇത് നമ്മളെ ഒരു ഏറ്റവും ടോപ്പിലാണ്. അതെ ആൾക്കാർ വരെ ഭയങ്കര വിഷമിച്ചാട്ടോ കയറി വരുന്നത്. ഇവിടുന്ന് കുഴി നോക്കിക്കേ. ഇത് നേരെ വീണ് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവിടെ പോയി കിടക്കും കേട്ടോ. അതായത് ആ കുറേ മരം നിൽക്കുന്നുണ്ടോ ഈ ഒരു ഭാഗത്ത്. എൻ്റെ ഈ കൈ പോകുന്നത് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് പോയി കിടക്കും കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലൊന്നും നിൽക്കത്ത് പോലുമില്ല. അമ്മാതിരി കുഴിയാണ്. പക്ഷെ ഇതിൽ നമ്മൾ പണ്ട് നടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറി. ഇപ്പോൾ അങ്ങനെ ഒന്നും നടക്കാനും അതെ ചെറുപ്പത്തിലാണ് കേട്ടോ കയറി വന്നേ. ഇപ്പോഴൊന്നും ആ പരിപാടിയേ നടക്കത്തില്ല. ഇപ്പോൾ എല്ലായിടത്തും വണ്ടിയും കൊണ്ടുള്ള കയറ്റമാണ്. വണ്ടിയും കൊണ്ട് കയറാൻ പറ്റും. അങ്ങനെ നടക്കുന്ന പരിപാടി. അതെ ആ ഒരു ഭാഗത്തായിട്ട് വരും. തെങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടുത്തെ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുന്നതാണ് ഇനി ഉള്ള കാഴ്ച. നോക്കിയേ വണ്ടി ഇരിക്കുന്ന നോക്കിയേ. ഒരു ഫോട്ടോ എടുത്തേക്കാം. കൊള്ളാട്ടോ. ഫുള്ള് മൊത്തത്തിൽ ഒരു വൈബാണ് ഇന്ന്. കാരണം ആ ഒരു സൂര്യനെ നോക്കിയാൽ അടിപൊളിയായിട്ട് മിന്നുന്നുണ്ട്. ഞാൻ കണ്ണടച്ച് വെച്ചേക്കുക, കാണത്തില്ലല്ലേ, കണ്ണടിച്ചു പോവും. അയ്യോ പോയേ. അതെ നോക്കിയേ ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മണ്ടയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. മൊത്തം പാറയായതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. അവിടെ ആണേലും അതെ ആ ഒരു അത്രയും ഭാഗം ആ മണ്ടഭാഗത്ത് കുറച്ച് ചെയ്തിട്ടേ ഉള്ളൂ. തെങ്ങൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഈ പുല്ല്, ചുറ്റീന്ത്, നെല്ലിയൊക്കെ ഉണ്ട് കേട്ടോ. നെല്ലി, പിന്നെ മുള്ളിയടി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഈ വണ്ടിയും കൊണ്ടൊക്കെ എനിക്കതല്ല അത്ഭുതം. ഈ RCയും കൊണ്ട് നമ്മൾ കയറി വന്നല്ലോടാ. അതാണ് പവർ. അതാണ് പവർ. അയ്യോ കൊള്ളാട്ടോ. മൊത്തത്തിൽ വൈബാണ് കേട്ടോ ഇന്ന്. അതെന്ന് പറഞ്ഞാൽ ഇത് നോക്കിയാൽ ഇവിടെയൊക്കെ എങ്ങനെ കയറി വന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതിൽ നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ വഴിയില്ല. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി വന്നാണ് നോക്കിയത് വഴിയുണ്ടോയെന്ന് നോക്കി കയറി വന്ന വഴി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ വഴിയൊരു നല്ല രീതിക്കുള്ള കയറ്റം. വണ്ടിയുടെ RCയുടെ വരെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിയാണ് കയറി വന്നത്. കാറ്റായതുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ ഇപ്പം കേൾക്കാമായിരിക്കും. അപ്പം വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിയാണ് കയറി വന്നേ. ഇത് നോക്കിയേ. നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ സീനായിട്ട് തോന്നത്തില്ല കേട്ടോ. പക്ഷേ നല്ല സീനാണ്. ഞാൻ വന്ന് ഈ കുഴിക്കാത്ത കേട്ടോ വീഴാൻ പോയത്. ഞാൻ പിന്നെ അതിലിങ്ങനെ വെട്ടിച്ചങ്ങ് മാറ്റി. സീനൊന്നും ഇല്ലായിരുന്നു. കൊള്ളാം, അടിപൊളി. മൊത്തത്തിൽ ഒരു വൈബ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ വന്ന് കാടിൻ്റെ അകത്തൂടെ ഇറങ്ങി ഇതിലേ കയറി ഇങ്ങനെ കയറി ഇത് അവിടെ പോയിട്ടോ. എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇന്ന്. കാരണം ഈ ഒരു മലയുടെ മണ്ടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ ഇതിൽ നടന്നു വന്ന് അവിടെ വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല പറഞ്ഞാൽ ഒരു നടപടിയുള്ള കാര്യമല്ല ഈ നടന്ന് കയറുകയെന്ന് പറയുന്നത്. ഞാൻ ഒറ്റ തവണ ഇതിന് മണ്ടയ്ക്ക് കയറിയിട്ടുള്ളൂ. പക്ഷേ അതോടെ പരിപാടിയെ നിർത്തി. പിന്നെ നമ്മൾ മൊത്തം വണ്ടിയും കൊണ്ടുള്ള യാത്രയാണ്. അതെ അവിടെ 2-3 പേര് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അവർ യുവമാർക്ക് എന്താടാ ഭ്രാന്താണോ? പോവാം അങ്ങോട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുന്ന കാഴ്ചകളാണ് ഗായ്സ് കാണാൻ പോകുന്നത്. തിരിച്ചിറങ്ങുന്ന കാഴ്ചകൾ. ഗ്ലാസ് കാത്ത് ഭയങ്കര കാറ്റ് കേട്ടോ, ഭയങ്കര കാറ്റ്.
തിരിച്ചിറങ്ങുന്ന ഫുൾ പവറായിരിക്കും. കാരണം വഴിയില്ലാത്ത വഴിയിലൂടെ നമ്മൾ കയറ്റി, അതാണ് പവർ. കമോണ്ട്രാ എൻ്റെ പൊന്നെ. എൻജിൻ സ്വിച്ച് പോട്ടെ. അപ്പോൾ അവനിതാ പോകുന്നു. അപ്പോൾ ഈ സ്ഥലത്തിനോട് നമ്മൾ വിട പറഞ്ഞ് പോകുകയാണ്. കാരണം ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന്, കാരണം വേറെ വൈബാട്ടോ എൻ്റെ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് പോവാം കേട്ടോ. ഈ സ്ഥലത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മളിതാ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിത് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പോട്ടെ. അവരോർക്കുമായിരിക്കും പ്രാന്താന്ന് നമുക്ക്. ഗിയറയിലിട്ട് പൊക്കോ. അപ്പോൾ അവൻ്റെ ഇതിൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. അവൻ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് പോവാട്ടോ. സീനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഊഴമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ന്യൂട്രേ പോകാനാണ് ഇഷ്ടം. ഞാൻ ഗിയറെല്ലാം കിടക്കുന്നത് ഫസ്റ്റേലാണ്, ഞാൻ ക്ലച്ച് പിടിച്ചാണ് ഇറങ്ങുന്നത്. അതാട്ടോ എനിക്ക് ഇഷ്ടം. എനിക്ക് എപ്പോഴും ഗിയറയിൽ ഇറങ്ങുന്നതാണ് ഇഷ്ടം. ന്യൂട്രേ ഇറങ്ങുന്നതാണ് ഇഷ്ടം, ഗിയറയിലല്ല. ഈ ഇവിടുത്തെ കുഴിയെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. നിൽക്കടാ വരാടാ. ആടാ, നിങ്ങൾക്ക് നേരത്തെ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നല്ലോ. അവൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. നമ്മൾ ഇറക്കാൻ ഇവിടെ ഇരിപ്പുണ്ട്. എടാ അങ്ങോട്ട്. ഇല്ല പോട്ടെ. അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ വരട്ടടാ. എന്നെയും കൂടെ കൊണ്ടുപോവാ ചേട്ടാ. എൻ്റെ ചേട്ടനാട്ടോ, സ്വന്തമല്ല, കസിൻ ചേട്ടനാണ്. എന്നെ കൊണ്ടുപോകാതെ പോന്നു നോക്കിക്കേ. എന്നെ ഉപേക്ഷിച്ചവൻ. അയ്യോ, പെട്ടെന്നാട്ടോ തോന്നുന്നേ. ഒന്നുകൂടെ നമ്മൾ തിരിച്ചിങ്ങനെ കറക്കി എടുക്കണം, കാരണം റിവേഴ്സ് വരുന്നില്ല സാധനം. എടാ വീണോടാ. അയ്യോ, ദേ വരുന്നു. എടാ വരുന്നേ. എൻ്റെ പൊന്നേ, അവൻ വീണു. അയ്യോ. എന്നാ പറ്റിയതാ? ഇവരറിഞ്ഞോളൂ. വേറെ നിനക്കെന്തേലും പറ്റിയോ? അങ്ങ് പോയോ? ഞാൻ വന്നിട്ട് നീ കയറിയാ പോരായിരുന്നോ? നീ ഏതിലേ കയറിപ്പോയേ? എവിടാ വീണേ? നീ ഇതിലെ ഇങ്ങനെ കയറിപ്പോയാൽ പോരായിരുന്നോ? നിനക്കെന്തേലും പറ്റിയോ? എടുത്തോ? കാണിച്ചേ. അയ്യോ ചതി. നോക്കിയാ വല്ലതും കിട്ടിയിട്ടുണ്ടോ നോക്കിയേ. നോക്കിയേ കിട്ടിയോ? അവൻ വരുന്നുണ്ട്. ദേ വന്നു. അത്രയും കിട്ടിയുള്ളല്ലേ. സാരമില്ല, ഞാൻ എടുക്കാം. അല്ല അതാ ഞാൻ എടുക്കാം. അയ്യോ, അത് പോയടാ. അതൊന്നും ചെയ്യാൻ പറ്റൂല, അത് ഒടിഞ്ഞു. അതിൻ്റെ സ്ക്രൂ ഇവിടെ ഞാൻ കിടപ്പുണ്ടോ നോക്കിയേ. എന്താടാ? ശരിയാണല്ലോ. മാറിക്കേ. അല്ല, ഇതിലേ അങ്ങ് ഇറക്കി കൊണ്ടുപോവാം. സീനാട്ടോ. എന്തായാലും മറ്റേ വണ്ടിയും കൂടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നോക്കാം. ഇവിടെ ഇരിക്കട്ടെ. വേറൊന്നും പറ്റിയില്ല, ഹാൻഡിൽ കയറിയതിൻ്റെ അതേ ഉള്ളൂ കേട്ടോ.
ഞാൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, നീ കേട്ടില്ല. എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഞാൻ ഒറ്റയായിട്ട് ഞാൻ ഓർത്ത് തന്നെ അറിയാം കല്ല് വീണായിരിക്കുമെന്ന്. ഞാൻ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയ വണ്ടി കണ്ടു. അപ്പോൾ അതാ ഞാൻ പിന്നെ വണ്ടി അവിടെ ഞാൻ ലോക്കായി കിടക്കുമായിരുന്നു, ഇറങ്ങി വരാനും പറ്റില്ല. വേണ്ട ഞാൻ എടുത്തോണ്ട് വരാം. അപ്പോൾ അയ്യോ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി എടുക്കണം കേട്ടോ. വണ്ടി വീണൊന്നും കിട്ടിയില്ല ഗൈസ്, കിട്ടില്ല. ഞാനിവിടെ ആയിരുന്നു പുള്ളി എടുത്ത വീഡിയോ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്യാം. പക്ഷെ അത് ഒന്നും മനസ്സിലാകത്തില്ല, കാരണം ചെറിയൊരിതാണ്. എന്താ പറയുക, ക്യാമറയും താന്നിരിക്കുക. സോറി ഗൈസ്, എന്താ കിട്ടിയതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനിയിപ്പം നമുക്കങ്ങോട്ട് പോകാട്ടോ. ഇവിടെ ഈ അടി തട്ടാതെ നോക്കണം, അടിയല്ലേ ഈ കിറ്റ് ഇത് കണ്ടോ. കയറി പോകാട്ടോ. ഇല്ല ചേട്ടാ, കയറി പോകണ്ടേ. സീനൊന്നുമില്ലാതെ നമ്മളും കയറി വന്നു. അയ്യോ അത് കുഴപ്പമില്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അത് മതി, വണ്ടി സീനൊന്നുമില്ല. കയറി വന്ന് ഞങ്ങൾ ഇവിടെ വരെ വന്നു. ആ ഓണാ, എനിക്ക് ആ വീഡിയോ അത്രയും സെൻഡ് ചെയ്ത് തരണേ. ആ ഇവനെ അയച്ചു കൊടുത്താൽ മതി. കൊറോണ. അപ്പോൾ ഈ ചേട്ടാ ഇതാ ഇവിടെ ഉള്ളതാ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ഓഫ് റോഡ് കയറുന്ന കണ്ടുകൊണ്ട് വന്നതാ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത്? അടിപൊളി കേസായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അറിയോ, ആളുകൾ പോലും നടന്നു കയറാൻ ഭയങ്കര പേടി, കയറുന്നില്ല. അത് തന്നെയാ ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നത്. ഞാനിങ്ങനെ നോക്കി നിന്നേണ്ട കാര്യമായി, നിങ്ങൾ വന്നുകൊണ്ടിരുന്ന നോക്കിക്കൊണ്ടിരുന്നത്. അടിപൊളി. ഞാൻ ഒത്തിരി ഓഫ് റോഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും ടാസ്ക് ഒന്നും ആരും തന്നെ എടുക്കുന്നത് പിന്നല്ല. പിന്നല്ല, നമ്മളാരാ സെറ്റ്. ആകെ ഈ ഒരു വീഴ്ച അതും കിട്ടിയതായിരുന്നു. പക്ഷേ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടാ അവിടെ കേട്ടോ, അവിടുന്ന് വീഡിയോ എടുത്ത് വന്നു. ഇവൻ്റെ ഇവിടെയും വരെ കയറി വന്നു കേട്ടോ. ഇവിടെയും വരെ കയറി വന്നിട്ട് ഇവ നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. ഇവിടെയും വരെ കയറി വന്നിട്ട് നേരെ അവിടെ പോയാട്ടോ വീണു. അതായത് പുറകിലേക്ക് നേരെ പോയിട്ട് ചരിഞ്ഞങ്ങോട്ട് വീണു. ഇവിടെ വന്നായിരുന്നല്ലേ? ഇവിടുന്ന് നിരങ്ങി പോവായിരുന്നു കേട്ടോ. നിരങ്ങി അവിടെ പോയാ വണ്ടി കിടന്നത്. ഇവൻ ഇറങ്ങി ഓടി കേട്ടോ. ഇവൻ ഇറങ്ങി അങ്ങ് പോയായിരുന്നു. ഞാൻ അപ്പോഴും അവിടെ നിൽക്കുക വണ്ടിയും തിരിച്ചോണ്ട്. ഇവൻ വണ്ടി വിട്ടിട്ട് ഇവൻ ചാടി ഒറ്റ പോക്ക് പോയി. നിരങ്ങി അങ്ങ് പോവല്ലേ, ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാനും വണ്ടി ഇവിടെ കിടക്കണ്ട, അവനും അതിന്റെ ഇടയ്ക്ക് എവിടെ ഒരു മിന്നായം പോലെ കണ്ടു. ആ സൈഡിൽ എവിടെയോ എന്റെ തന്നെ ഐറ്റമായിരുന്നു. കോമഡിയാ. അങ്ങോട്ട് പോയിക്കാം, നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു വ്യൂ. പിന്നെ അതിന്റെ ടോപ്പ് ഇത് കണ്ടില്ലേ, നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി എന്തോ വീഡിയോസ് ചെയ്ത് എടുത്തു. ആ വഴി ഇങ്ങനെ ഇറങ്ങി ഇതിലെ ഇങ്ങനെ ആ ഒരു ചെറിയൊരു വിടവുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ, അതിൻ്റെ അകത്തൂടെ ചാടിച്ച് ഇങ്ങനെ കയറി വന്നു. ഞങ്ങൾ ആദ്യമേ അവിടെ വന്നു, പക്ഷെ അങ്ങോട്ട് പോകാൻ വഴി അറിയത്തില്ലല്ലോ. അതിന് വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു ഇതിലെ പോയി നോക്കി.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ രണ്ടും കളിപ്പിച്ച് കയറ്റാന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ അങ്ങ് പോയതാ. നിങ്ങൾ അവിടുന്ന് പോന്നപ്പോ തൊട്ട് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് നോക്കി വരാൻ വേണ്ടിട്ടേ. സംഭവം ഐറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒട്ടും അവിടെ ഇവനൊന്നും പറ്റിയില്ല. വേറെ സീനൊന്നും ഇല്ല. ഇനിയിപ്പോ എന്നല്ല. അയ്യോ, ചില സ്ഥലത്തൊക്കെ ഇതുപോലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുക പതിവ്. ആ, അവര് നോക്കുമ്പോൾ തന്നെ അവര് വിചാരിക്കും നമ്മളെന്തേലും കഞ്ചാവ് അടിക്കാൻ ആ ഒരു സെറ്റപ്പിൽ കയറി പോകുന്നതാണ്. അതെ അതെ, പിന്നല്ല. അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇരുട്ടായി, സൂര്യന് മൊത്തം പോയി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് തിരിച്ചു പോവാം. അതെ ചേട്ടൻ നമുക്ക് വേണ്ടി നമുക്കൊരു സബ്സ്ക്രൈബറിനെ ഒപ്പിക്കും കേട്ടോ. അല്ലേ? പിന്നല്ല, ഫോണില്ലേ? ഓ മേ ആ വീടിനേം കൂടെ കിട്ടുമായിരുന്നു, സെറ്റായിരുന്നു. പക്ഷേ അതെ വീണിട്ടുണ്ട് കേട്ടോ. വണ്ടി വീണ് ഹാൻഡിൽ വേണ്ടത് ഈ ബ്രേക്ക് ലിവർ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ലിവർ നമ്മളെടുത്ത് വെച്ചു. വേറെ ഒന്നും പറ്റിയില്ല കേട്ടോ. സൈലൻസറെ കുത്തി അങ്ങ് നിൽക്കുമായിരുന്നു. കാരണം ഇവനും ഒന്നും പറ്റിയില്ല, രണ്ടുപേർക്കൊന്നും പറ്റിയില്ല. അതെ, ഫോണുണ്ട്. അപ്പോൾ നമ്മളടുത്ത സബ്സ്ക്രൈബറിനെ ഒപ്പിക്കുവാണ്. അപ്പോൾ നമ്മളിത് തിരിച്ചു വന്നു കേട്ടോ. ഇപ്പോൾ അവിടെ കുറച്ച് കോമഡി സംഭവമൊക്കെ ഉണ്ടായി. സംഭവം അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഓഫ് റോഡ് പോകാനുള്ള പെർമിറ്റ് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചു. കുടിയായിരുന്നു കേട്ടോ. ഇവന്മാരെല്ലാം കുടിയും കഴിഞ്ഞ് അവന്മാർ വലിയ ഷോ അവിടുത്തെ ഓസൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ സഹിതം എടുത്ത് കാണിച്ചു കൊടുത്തു. നമ്മളല്ല പൊട്ടിച്ചേക്കുന്നത്, വേറെ ആരാ പൊട്ടിച്ചേക്കുന്നത്. കാരണം അവിടെ വെച്ച് നമ്മുടെ ഇത് ഫുള്ളായി പോയി കേട്ടോ. ഞാനിപ്പം ഫോണിലേക്ക് കുറച്ച് വീഡിയോ മാറ്റിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ അവിടെ വേറെ സീനൊന്നുമില്ല കേട്ടോ. അവർ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഒട്ടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.